ഹലോ ഗൈസ്, ഇന്നലെ ഫൈനൽ നടക്കൊണ്ട് ഞങ്ങൾ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ TV കേടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ, മൊബൈലിൽ കാണണ്ടേ വിചാരിച്ചപ്പോൾ ഓരെല്ലാവരും വിളിച്ചപ്പോൾ എന്താക്കിയെന്ന് അവിടെ വെച്ചിട്ട് കാണാമെന്ന് വിചാരിച്ചു. പിറ്റേന്ന് ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ ആരാണ് കപ്പ് തൂക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്തായാലും സ്പെയിനിനെയാണ് സപ്പോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ റൊണാൾഡോൻ്റെ ഫാനും പിന്നെ സെലിയും സച്ചുമോനുമാണ് നെയ്മറിൻ്റെ ഫാനും പിന്നെ റിച്ചും മുത്തുമാണ് അർജൻറ്റീനൻ്റെ ഫാൻ കേട്ടോ. അങ്ങനെ ഇതാക്കി നമ്മൾ തട്ടുകടയിൽ കയറിങ്ങാണ്ട് എന്താക്കി ചായയും നല്ല ചൂടുള്ള പഴംപൊരിയും ബജിയൊക്കെ തിന്നിട്ട് ആണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ സെലി അറിയുന്ന കട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കടയൊക്കെ എപ്പോഴും ഇങ്ങനെ തരാറുണ്ട് കേട്ടോ. അങ്ങനെ മേപ്പാടി വന്നപ്പോൾ വരെ നമുക്ക് കടല എന്തെങ്കിലും വാങ്ങാം കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന 2 തരം കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ റോസ്റ്റ് കടലയും പച്ചക്കടലയും കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഉമ്മാനത്തേക്കാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഉമ്മാനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാനത്ത് കുറേ നേരം ഇരുന്ന് അങ്ങനെ സംസാരിച്ചു. അപ്പം ഉമ്മ പുതിയ ബെഡും കട്ടിലൊക്കെ വാങ്ങിയോണ്ട് അതിൻ്റെ കവറൊന്നും വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി അതൊന്ന് വലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് വൃത്തിയിൽ വിരിച്ചും കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ റിച്ചുമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബെഡ് നല്ല കുടുങ്ങി നിൽക്കുന്ന ബെഡായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വലിയ കട്ടിലിനായതുകൊണ്ട് സുഖമാണ് കേട്ടോ. നല്ല വലിയ റൂമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കട്ടിലുണ്ടെങ്കിൽ വന്ന് എല്ലാവരും കിടക്കാനും ഒക്കെ നല്ല സുഖമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പണിയിലാണ് നമ്മൾ. അപ്പോൾ റിച്ചു മേലെ കയറിങ്ങാണ്ടൊക്കെ വലിച്ചെടുക്കുന്നത്. പിന്നെ സച്ചുമോന് വേസ്റ്റൊക്കെ കൊണ്ടുപോയി പെറുക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയിൽ വിരിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നേരെ ഞാനും അമ്മയൊക്കെ എന്താക്കി അനിയൻ്റെ പുരയിൽ വന്നു കേട്ടോ. പിന്നെ ഇതാക്കുന്ന ചെറിയ അനിയനും പെണ്ണുങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് ഫൈനൽ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതാക്കണ പിന്നെ വണ്ടിയൊക്കെ തിരിച്ച് മാറ്റിയിടാണ്. അങ്ങനെ മക്കളൊക്കെ ഓൾറെഡി അർജൻറ്റീനയുടെ കുപ്പായൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഫുള്ള് അർജൻറ്റീനയുടെ ഫാനാണ് കേട്ടോ. ഞാനും സെലിയും സച്ചുമോനും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു അർജൻറ്റീനയുടെ ഫാൻ അല്ലാത്തവരും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, റൊണാൾഡോ മറ്റു 2 പേരും ഇതാണ് കേട്ടോ, നെയ്മറും. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ എല്ലാവരും ഏത് ഫാനാണ്, നമ്മൾ ആർക്കാണ് സപ്പോർട്ട് ആക്കണമെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പെയിന് കപ്പടിക്കുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കത് അത്ര വലിയ ഇഷ്ടപ്പെടണമെന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ ഈ ഒരു അർജൻറ്റീനയുടെ കുപ്പായിട്ട് കണ്ട് എല്ലാവരും നിരന്നിരിക്കണം എന്താ വെച്ചാൽ അവർ ജയിക്കും. അതുകൊണ്ട് അവർക്ക് പിന്നെ വീഡിയോ എടുത്തിട്ട് ഇടാനും അതുപോലെ സ്റ്റാറ്റസ് വെക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്ത് അങ്ങനെ കൊടുത്തിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ. പിന്നെ ഇതാക്കണേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പൊറാട്ടയും പിന്നെ നല്ല ബീഫ് കറിയാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. പൊറാട്ടയും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറാട്ട ഹോട്ടലിൽ നിന്ന് പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. കറി പിന്നെ ഇവിടെ വെച്ചതായിരുന്നു. അങ്ങനെ ഇതാക്കണേ പിന്നെ കുട്ടികളൊക്കെ ഒരുമിച്ച് ഇവിടെ ഇരുത്തിയിരിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കണം, ഇവിടെ സോഫ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാക്കണ എല്ലാവരും ഇവിടെ പച്ചക്കടലയും റോസ്റ്റ് കടലയൊക്കെ അങ്ങനെ തിന്നാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ TV ഒക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സെറ്റപ്പായിട്ട് എല്ലാവരും ഇവിടെ അങ്ങനെ കുറച്ച് ആൾക്കാർ നിലത്ത് കിടക്കണമുണ്ട്. അതേപോലെ ഞങ്ങളെല്ലാവരും ഇവിടെ സോഫ സെറ്റിലാണ് കേട്ടോ. അങ്ങനെ ഫൈനലൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളിതാ കടലൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം അർജൻറ്റീനയുടെ ആൾക്കാർ പറയുന്നത് ഓല് ജയിക്കുന്ന തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് അങ്ങ് വരെ കണ്ടു നോക്കുമ്പോൾ ആകെ പിടുത്തം കിട്ടുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒറ്റക്കാണ് കേട്ടോ പിന്നെ TVയിൽ നമ്മളെ പുരയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ 4 പേരും പുറത്ത് ടൗണിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യമാണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 2022 അതാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ കളിയൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. റൊണാൾഡോൻ്റെ കളിയെന്ന് വന്ന സമയത്ത് ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അർജൻറ്റീനയുടെ ഒന്നും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ ഇൻസ്റ്റയിലും അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ എപ്പോഴും നോക്കാറ്, ആരാ ജയിച്ചത് എന്താണെന്നൊക്കെ കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മക്കൾക്ക് പിന്നെ എന്താ അറിയാനാ. അങ്ങനെ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ പിന്നെ അവർക്കുള്ള ഇതിൻ്റെ സമയം ഉണ്ടല്ലോ, ഇൻ്റർവെല്ലിൻ്റെ സമയം. ആ സമയത്തൊക്കെ ഇങ്ങനെ ഇവരെല്ലാവരും പറയായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ഇവർ കയറുമ്പോൾ നോക്കിക്കൊണ്ട് മെസ്സിൻ്റെ കംബാക്കാണ് അവർ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക ആവേശത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുത്ത സമയങ്ങളിലൊന്നും മെസ്സി ഗോളടിക്കണമെന്നും കണ്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും പിടുത്തം പെട്ടിട്ടോ. അങ്ങനെ സ്പെയിൻ എന്താക്കി ഒരു ഗോളടിച്ചിട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് 3 പേർക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 3 പേരും സ്പെയിനെയാണല്ലോ സപ്പോർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും സ്പെയിന് കപ്പ് തൂക്കി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കണ്ട് പിന്നെ
ഫൈസലും പെണ്ണുങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ അവർ നല്ലോണം നമ്മൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആൾക്കാരൊക്കെ പോയപ്പോൾ അവർ നല്ലോണം നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ തിരിച്ച് കൊടുക്കണ്ടേ, അതൊക്കെയല്ലേ നമ്മളൊരു മനസ്സുഖം എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും പിന്നെ അവർ പോയിട്ടോ. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു കളി എന്ന് പറയുകയാണെങ്കിൽ പറ്റ മോശമായിരുന്നു കേട്ടോ, അർജൻറ്റീനയുടെ കളി. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു ഉഷാറിൽ അവർ കളിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും അവർ കപ്പ് കൊണ്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അവർക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സ്പെയിൻ അടിപൊളിയായിട്ട് കളിച്ചു. അപ്പോൾ ഏതായാലും സ്പെയിൻ കപ്പ് തൂക്കി, അടിപൊളി.